Hello friends, Assalamu alaikum. Welcome back to Jashi's Cookbook. Jashi's Cookbookിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് കഴിക്കാനും പരീക്ഷിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒന്നാണല്ലോ അറബിക് റൈസ്. ഇന്ന് പല പേരിലുള്ള അറബിക് റൈസ് നാട്ടിലും ഒക്കെ ഒരു ട്രെൻഡാണ്. സുർബിയൻ റൈസ്, മന്തി, മട്ടൻ കബ്സ, ദം കബ്സ ഇതിൻ്റെ എല്ലാ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഏത് അറബിക് റൈസ് ആയാലും അതിൻ്റെ ഒരു പ്രത്യേകത, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, എന്നാലോ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി അരമണിക്കൂർ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ്. ബുഖാരി റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളുടെ ഈ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ തുടർന്നും കാണാനും പരീക്ഷിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായാൽ തൊലി കളഞ്ഞ ബദാമും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല, നെയ്യിന് പകരം ഓയിലും ചേർക്കാം. പിന്നെ ബദാം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് റൈസിലേക്കുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു വലിയ സബോള, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. 2 കുടമൊക്കെ ചേർക്കാം. റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിത് ചതച്ചെടുക്കാം. ആ സമയം കൊണ്ട് ക്യാരറ്റ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ച സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോസ്മെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഗരം മസാലപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് കയ്യിലില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നല്ലോണം പഴുത്ത 2 വലിയ തക്കാളിയും പിന്നെ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ച് ചേർത്താൽ മതി. ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഈ പാക്കറ്റ് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. 135 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു ഇത്. ഈ റൈസിൽ തക്കാളി, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും പിന്നെ ഉണക്കനാരങ്ങ ഇതുപോലെ പകുതി വരെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 4 പീസാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച ചിക്കനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ റൈസ് വറ്റിക്കാനുള്ള വെള്ളം അളന്നൊഴിക്കണ്ട കേട്ടോ. കാരണം ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ വെന്തതിന് ശേഷം ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് വെള്ളം പോരാത്തത് അളന്ന് റൈസിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ആ സമയം ചോറ് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് റൈസ് ഒന്ന് ചെറുതായി വറുക്കാം. ഞാൻ 3.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അറബിച്ചോറ് വെക്കുമ്പോൾ സെല്ല റൈസ് എടുത്താൽ ചോറ് വല്ലാണ്ട് കുഴഞ്ഞു പോകാതെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. സെല്ല റൈസ് 10 മിനിറ്റ് വേണമെങ്കിൽ കുതിർക്കാൻ വെള്ളത്തിലിടാം, പക്ഷെ നിർബന്ധമൊന്നുമില്ല. റൈസ് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ വെള്ളം അളന്നൊഴിച്ചു കൊടുക്കാം. എനിക്ക് 4 കപ്പ് വെള്ളമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. 3.5 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി 7 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ബാക്കി 3 കപ്പ് നോർമൽ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളം അളന്ന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് നടൊന്ന് പകുതി വരെ കീറിയതും
പിന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് റൈസ് വേവിക്കാം. റൈസ് വേവുന്ന സമയം കൊണ്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഓവനിൽ വെച്ചൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കി എടുത്താലും മതി. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. എൻ്റെ എല്ലാ അറബിക് റൈസിൻ്റെ റെസിപ്പിയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ഏത് പൗഡറും യൂസ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പും ചേർക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ചാർക്കോൾ ബർണറിൽ വെച്ചൊന്ന് കത്തിക്കാം. പിന്നെ റൈസ് ഒന്ന് മൂടി തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പം ചിക്കനൊക്കെ 2 വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ചോറും പാകത്തിന് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ആ ബൗൾ നമുക്ക് ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കത്തിച്ച് ചാർക്കോൾ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ മൂടി വെക്കണം. അതിനെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഞാൻ 1/2 മണിക്കൂർ സമയം എന്ന് പറഞ്ഞത് കുക്കിംഗ് പ്രോസസ്സ് മാത്രമാണ്. സബോള അരിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ വീഡിയോയും റെസിപ്പിയും എല്ലാം ഇഷ്ടമായാലും ഇല്ലെങ്കിലും വീഡിയോയുടെ അടിയിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.